പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT ടെക്സ്റ്റ് ക്ലാസ് 6ലെ ബേസിക് സയൻസ് ചാപ്റ്റർ 1 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. SCERT ടെക്സ്റ്റ് ക്ലാസ് 5ലെ സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് എല്ലാ ചാപ്റ്ററും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇന്ന് മുതൽ SCERT ടെക്സ്റ്റ് ക്ലാസ് 6ലെ ചാപ്റ്റേഴ്സ് ആരംഭിക്കുകയാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് ജീവൻ്റെ ചെപ്പുകൾ. ജീവൻ്റെ ചെപ്പുകൾ എന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര്. ആദ്യമായി ചാപ്റ്ററിൽ പറയുന്നത് എന്താണ് മൈക്രോസ്കോപ്പ് എന്നാണ്. നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയും. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. വൈറസ്, ബാക്ടീരിയ, ഫംഗസ് എന്നീ സൂക്ഷ്മജീവികളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ആദ്യമായിട്ട് ചാപ്റ്ററിൽ പറയുന്നത് അമീബയെ കുറിച്ചാണ്. പ്രോട്ടോസോവ ഫൈലത്തിൽ സാർക്കോഡൈന വർഗത്തിൽ ഉൾപ്പെടുന്ന ഒരു ഏകകോശ സൂക്ഷ്മജീവിയാണ് അമീബ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പറയുന്നത് അമീബയെ കുറിച്ചാണ്. അമീബ ഒരു ഏകകോശ സൂക്ഷ്മജീവിയാണ്. അമീബയുടെ ശരീരത്തിന് ഒരു പ്രത്യേക ആകൃതി ഇല്ല. കപടപാദങ്ങൾ, ഇംഗ്ലീഷിൽ സ്യൂഡോപോഡിയ എന്ന് പറയും. ഇതിൻ്റെ രൂപവൽക്കരണമാണ് ഇതിനു കാരണം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് മാറ്റാൻ ഈ സ്യൂഡോപോഡിയയുടെ സഹായത്തോടെ അമീബയ്ക്ക് സാധിക്കും. അപ്പോൾ ഇവയുടെ വ്യത്യസ്ത ചലനങ്ങൾ മൂലമാണ് അമീബ ആഹാരം സ്വീകരിക്കുകയും വിസർജനം നടത്തുകയും ചെയ്യുന്നത്. സ്യൂഡോപോഡിയ, മലയാളത്തിൽ കപടപാദങ്ങൾ എന്ന് പറയും. അമീബയുടെ സഞ്ചാര അവയവവും എന്ത് തന്നെയാണ്? കപടപാദങ്ങൾ അല്ലെങ്കിൽ സ്യൂഡോപോഡിയ തന്നെയാണ്. അമീബ ഒരു ഏകകോശ സൂക്ഷ്മജീവിയാണ്. അടുത്തത് അമീബയുടെ പ്രത്യുൽപാദനം എങ്ങനെയാണെന്നാണ് പറയുന്നത്. അലൈംഗിക പ്രത്യുൽപാദനം മൂലമാണ് അമീബ വംശവർദ്ധനം നടത്തുന്നത്. അലൈംഗിക പ്രത്യുൽപാദനം, ലൈംഗിക പ്രത്യുൽപാദനമല്ല, അലൈംഗിക പ്രത്യുൽപാദനം. പ്രധാനമായും വിഖണ്ഡനം, ഇംഗ്ലീഷിൽ ഫിഷൻ എന്ന് പറയും, നടക്കുന്നു. പൂർണ്ണ വളർച്ച എത്തിയ അമീബ 2ആയി മുറിഞ്ഞ് 2 പുതിയ ജീവികളായി മാറുന്നു. അപ്പോൾ പൂർണ്ണ വളർച്ച എത്തിയ ഒരു അമീബ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 പുതിയ ജീവികളായിട്ട് മാറുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? വിഖണ്ഡനം എന്ന് പറയുന്നത്. ഇനി അമീബ വർഗത്തിൽപ്പെട്ട ഒരു ജീവി, ആ അമീബയുടെ മറ്റൊരു വകഭേദമാണെന്ത്? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഈ ജന്തുക്കളിലൊക്കെ അമീബിക അതിസാരം എന്ന രോഗമുണ്ടാക്കുന്നത് ഏത് ജീവിയാണ്? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന ജീവിയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പറയാൻ പോകുന്നത് പാരമീസിയത്തെ കുറിച്ചാണ്. പീലികളാൽ, ഇംഗ്ലീഷിൽ സീലിയ എന്ന് പറയും, ആവൃതമായ കോശഭിത്തിയോട് കൂടിയ ഏകകോശ ജീവികളാണ് പാരമീസിയം. അപ്പോൾ പീലികൾ, സീലിയ ഉള്ള ഒരു ഏകകോശ ജീവിയാണെന്ത്? പാരമീസിയം. ഉറപ്പും വഴക്കവും ചേർന്ന കോശ കവചം, ഇംഗ്ലീഷിൽ പെലിക്കിൾ എന്ന് പറയും, ഈ ജീവിക്ക് കൃത്യമായ ആകൃതി നൽകുന്നു. അപ്പോൾ നമ്മൾ അമീബയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അമീബയ്ക്ക് പ്രത്യേക ആകൃതിയില്ല. എന്നാൽ ഇവിടെ പാരമീസിയത്തിന് സ്ഥിരമായി ഒരു ആകൃതിയുണ്ട്. ആകൃതി നൽകുന്നത് എന്താണ്? കോശകവചം, പെലിക്കിൾ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പ്രോട്ടിസ്റ്റ എന്ന ഫാമിലിയെ കുറിച്ചാണ്. ലളിതഘടനയുള്ള സൂക്ഷ്മ ജന്തുക്കളും സസ്യങ്ങളും ഉൾപ്പെടുന്ന സാമ്രാജ്യമാണ് പ്രോട്ടിസ്റ്റ. അപ്പോൾ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് ഒരു ജീവി വർഗമാണ്. നമ്മൾ കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമാലിയ എന്നൊക്കെ പറയുന്നത് പോലെ കിങ്ഡം മൊണീറ അടുത്തത് വരുന്നതാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റയിലാണ് നമ്മൾക്കറിയാകുന്ന പ്രോട്ടോസോവ, യൂഗ്ലീന എന്ന ജീവികളൊക്കെ വരുന്നത്. പ്രോട്ടോസോവ നമ്മൾ കേട്ടിട്ടുണ്ടാവും, മലമ്പനി പരത്തുന്ന സൂക്ഷ്മാണുവാണെന്ത്? പ്രോട്ടോസോവ. യൂഗ്ലീന എന്ന സസ്യ സ്വഭാവമുള്ള ജീവിയും ഈ ഗ്രൂപ്പിൽ തന്നെ വരുന്നു. പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണെന്ത്? യൂഗ്ലീന. പ്രോട്ടോസോവകൾക്ക് എന്തുണ്ട്? ചലനശേഷിയുണ്ട്. യൂഗ്ലീന ഫ്ലജല്ല ഉപയോഗിച്ച് സഞ്ചരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കഴിഞ്ഞ 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ബാക്ടീരിയകളൊക്കെ ഏത് ഫാമിലിയിലാണ് വരുന്നത്? ഏത് കിങ്ഡത്തിലാണ് വരുന്നത്? കിങ്ഡം മൊണീറ. ഈ പറയുന്ന യൂഗ്ലീന, പാരമീസിയം, അതുപോലെ പ്രോട്ടോസോവ ഒക്കെ വരുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ്. ഇവയ്ക്ക് എന്തുണ്ട്? ചലനശേഷിയുണ്ട്. ഇനി സസ്യ സ്വഭാവമുള്ള ഒരു ജീവിയാണ് എന്ത്? യൂഗ്ലീന. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം.
അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചില സൂക്ഷ്മജീവികളെ കുറിച്ച് പറഞ്ഞു. അമീബ, പാരമീസിയം, യൂഗ്ലീന, പ്രോട്ടോസോവ എന്നിവ. ഇവയെല്ലാം എന്താണ്? സൂക്ഷ്മജീവികളാണ്. ഇനി ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണെന്നറിയാം. അപ്പോൾ എന്താണ് കോശങ്ങൾ എന്ന് നോക്കാം. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറുഘടകങ്ങൾ ചേർന്നാണ്. ഒരു കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറുഘടകങ്ങളാൽ നിർമ്മിതമാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറുഘടകങ്ങളെയാണ് എന്ത് പറയുന്നത്? കോശങ്ങൾ. അപ്പോൾ എല്ലാ ജീവശരീരങ്ങളും നിർമ്മിക്കപ്പെടുന്ന ചെറുഘടകങ്ങളാണ് കോശങ്ങൾ. ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട്. ഇവയാണ് ഏകകോശ ജീവികൾ. നമ്മൾ അമീബയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഏകകോശ സൂക്ഷ്മജീവിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമീബയ്ക്ക് എത്ര കോശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ? ഒരു കോശം മാത്രം ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലുള്ള ജീവികളെ ഏകകോശ ജീവികൾ, യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നു. അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികളാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മുൻപ് ഡിസ്കസ് ചെയ്ത അമീബ, പാരമീസിയം, യൂഗ്ലീന, പിന്നെ 5ാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ബാക്ടീരിയ എന്നീ സൂക്ഷ്മജീവികളൊക്കെ എന്താണ്? ഏകകോശ ജീവികൾ, യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. നമ്മൾ ഉൾപ്പെടുന്ന ജന്തുക്കളും സസ്യങ്ങളും എല്ലാം എന്താണ്? ബഹുകോശ ജീവികളാണ്. നമ്മുടെ ശരീരം നിർമ്മിതമായിരിക്കുന്നത് അനേകായിരം കോശങ്ങൾ കൊണ്ടിട്ടാണ്. ഇനി കോശത്തിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. ഈ ടെക്സ്റ്റിൽ ഈ 3 പ്രധാന ഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് കോശങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോശത്തിൻ്റെ ഭാഗമാണ് മർമ്മം. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. അപ്പോൾ ഏറ്റവും പുറത്ത് കാണുന്നതാണ് എന്ത്? കോശസ്തരം. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. ആ ബ്ലൂ കളറിൽ കാണുന്നതാണ് എന്ത്? കോശദ്രവ്യം. ഡാർക്ക് ബ്ലൂ കളറിൽ കാണുന്നതാണ് മർമ്മം. ഏറ്റവും പുറത്തുള്ള കവറിംഗ് ആണ് എന്ത്? കോശസ്തരം. ശരീരത്തിൽ ഒരേ ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങളുടെ സമൂഹം കലകൾ, ടിഷ്യൂസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ കോശങ്ങൾ എന്താണെന്ന് പറഞ്ഞു. ഇതുപോലുള്ള അനേകായിരം കോശങ്ങൾ ചേർന്ന് ഒരു ഫംഗ്ഷൻ, ഒരു ധർമ്മം നിർവഹിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോശങ്ങളുടെ കൂട്ടത്തെ നമ്മൾ കലകൾ, ടിഷ്യൂസ് എന്ന് വിളിക്കുന്നു. രക്തം, അസ്ഥികല, പേശികല, ആവരണകല, യോജകകല, നാഡീകല എന്നിവയെല്ലാം എന്താണ്? കലകൾ, ടിഷ്യൂസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട പോയിന്റാണ്. ഏറ്റവും വലിയ കോശം, ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ കോശമാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ഏറ്റവും വലിയ കോശമാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ കോശമാണ് പ്ലൂറോ ന്യൂമോണിയ പോലുള്ള ജീവികളുടേത്. ഇംഗ്ലീഷിൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്, ഷോർട്ട് ഫോമായി PPLO എന്ന് പറയും. അപ്പോൾ ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ട, ഏറ്റവും ചെറിയ കോശമുള്ളത് PPLO, പ്ലൂറോ ന്യൂമോണിയ പോലുള്ള ജീവികളുടേതാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ഡം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് പുംബീജം. അതുകൂടെ ഇതിൻ്റെ ഒപ്പം ഓർത്തിരിക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നു 2 ഫോട്ടോസ് കലകളുടെയാണ്. ഒന്ന് നാഡീകോശം, ഒന്ന് പേശീകോശം. ഇനി ജന്തുകോശം, സസ്യകോശം. ജന്തുക്കളിൽ കാണപ്പെടുന്ന കോശവും സസ്യങ്ങളിൽ കാണപ്പെടുന്ന കോശവും ചില വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. മർമ്മം, രണ്ടിൻ്റെയും പ്രധാന ഭാഗം മർമ്മം തന്നെയാണ്. എന്നാൽ സസ്യകോശങ്ങളിൽ ഹരിതകം, ക്ലോറോഫിൽ, ക്ലോറോപ്ലാസ്റ്റ് എന്നിവ കാണപ്പെടുന്നു. എന്തിൽ? സസ്യകോശങ്ങളിൽ. കാരണം എന്താണ്? അവയ്ക്ക് ഭക്ഷണം സ്വന്തമായി ഉണ്ടാക്കുവാൻ അത്യാവശ്യമാണ് എന്ത്? ഹരിതകം. ജന്തുകോശം, ജന്തുക്കൾക്ക് അത് ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? അവ ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് ഹരിത സസ്യങ്ങളെയും മറ്റു ജീവികളെയുമാണ്. അതുകൊണ്ട് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾക്കാണ് അവയുടെ കോശത്തിൽ ഹരിതകത്തിൻ്റെ ആവശ്യം. കോശദ്രവ്യം രണ്ടിലുമുണ്ട്. ഇംഗ്ലീഷിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. അടുത്തത് കോശഭിത്തി, സെൽ വാൾ. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ് എന്ത്? കോശഭിത്തി. ഇംഗ്ലീഷിൽ സെൽ വാൾ എന്ന് പറയുന്നു. ഇനി ഫേനം, വാക്യൂൾ എന്ന് പറയും. ജന്തുകോശത്തിൽ വളരെ ചെറുതാണ്, എന്നാൽ സസ്യകോശത്തിൽ വളരെ വലുതാണ് ഫേനം, വാക്യൂൾ. അടുത്തത് കോശസ്തരം, രണ്ടിലും കാണപ്പെടുന്നു. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നു. അപ്പോൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ് ഹരിതകം, ക്ലോറോപ്ലാസ്റ്റ്, കോശഭിത്തി, സെൽ വാൾ എന്നിവ. പിന്നെ ഒരു വ്യത്യാസം വരുന്നത് സസ്യകോശത്തിൽ ഫേനം, വാക്യൂൾ വളരെ വലുതാണ്, ജന്തുകോശത്തിൽ വളരെ ചെറുതാണ്.
അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം ഏകകോശ ജീവികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. നമ്മൾ അമീബ, പാരമീസിയം, യൂഗ്ലീന, പ്രോട്ടോസോവ എന്നിവയെ കുറിച്ച് പഠിച്ചു. അവയെല്ലാം ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. പിന്നീട് പറഞ്ഞത് ബഹുകോശ ജീവികളാണ്. നമ്മൾ ഉൾപ്പെടുന്ന ജന്തുക്കളും സസ്യജാലങ്ങളും ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. പിന്നീട് പഠിച്ചത് സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. പിന്നീട് കലകൾ എന്താണെന്ന് പറഞ്ഞു. കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ എന്ന് പറഞ്ഞു. വ്യത്യസ്ത തരം കലകൾ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ചാപ്റ്ററുമായി വരുന്നതുവരേക്കും താങ്ക് യു.